കംബോഡിയ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഓൺലൈൻ തട്ടിപ്പിനിരയായവരിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാർ വീട്ടിലിരുന്ന് ഡേറ്റ എൻട്രി ചെയ്ത് പണം സമ്പാദിക്കൂ എന്ന പരസ്യങ്ങളോടെയാണ് തട്ടിപ്പുകാർ ഇരകൾക്കായി വലവീശുന്നത്. 24 എക്സ്ക്ലൂസീവ്. കംബോഡിയ കേന്ദ്രീകരിച്ച് ഇന്ത്യക്കാരെയും ബംഗ്ലാദേശികളെയും പ്രധാനമായും ലക്ഷ്യം വെച്ച് നടത്തുന്ന ഓൺലൈൻ തട്ടിപ്പ് വെർച്വൽ ലോകത്ത് മാത്രം നിലനിൽക്കുന്ന ഒരു തട്ടിപ്പാണെന്ന് പറയാൻ സാധിക്കുകയില്ല. ഇരയാക്കപ്പെടുന്നവരെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന അങ്ങേയറ്റം സംഘടിതവും ആസൂത്രിതവുമായ തട്ടിപ്പാണ് നടക്കുന്നത്. അതിന്റെ തെളിവുകളാണ് 24 പുറത്തുവിടുന്നത്. കംബോഡിയയിലെ ചില ബഹുനില കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളുടെ പ്രവർത്തനം. ഊബർ, ട്രിവാഗോ തുടങ്ങി മുൻനിര ഓൺലൈൻ ആപ്പുകളുടെ വ്യാജ പതിപ്പുകൾ നിർമ്മിച്ചാണ് തട്ടിപ്പ്. ഈ തട്ടിപ്പ് സംഘത്തിൽ പ്രവർത്തിച്ച മലയാളിയുടെ വെളിപ്പെടുത്തൽ അമ്പരപ്പിക്കുന്നതായിരുന്നു. ഓൺലൈൻ സ്കാമിംഗ് ആണ്. ടെലിഗ്രാം വഴി നടക്കണം. ടെലിഗ്രാം, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, പല രീതിയിലുള്ള സ്കാമുകളുണ്ട്. ആദ്യം പാർട്ട് ടൈം ജോബ് എന്ന് പറഞ്ഞാൽ വിളിച്ചു വരുത്തുന്നത്. പാർട്ട് ടൈം ജോബ് നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് 20 മിനിറ്റ് ജോലി 2000-3000 രൂപ വെച്ച് ഉണ്ടാക്കാമെന്ന് പറയും. പക്ഷെ ഒരിക്കലും ആദ്യമൊക്കെ 2000-3000 രൂപ തരും. പിന്നെ അവർ വാഗ്ദാനങ്ങൾ നമ്മൾ ഗ്രൂപ്പിൽ ചേർത്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ 20,000-30,000 കിട്ടുന്ന ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിലുണ്ടാവും. പക്ഷേ ആ ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാരും ഫേക്ക് ആയിരിക്കും. ആൾക്കാർ വിചാരിക്കും അതെല്ലാം ഒറിജിനൽ ആൾക്കാരായിരിക്കും. പക്ഷെ അത് ഒറിജിനൽ അല്ല. അവിടെ തന്നെ സ്കാമേഴ്സ് ഉണ്ടാക്കുന്ന ഡിജിറ്റലായിട്ടുള്ള വെർച്വൽ വേൾഡാണ്. ആകർഷണീയ വാഗ്ദാനങ്ങളിലൂടെയാണ് ഇരകളെ സംഘം വീഴ്ത്തുന്നത്. ഇതിനായി തട്ടിപ്പ് സംഘത്തിൽ ചേരുന്നവർക്ക് പ്രത്യേക പരിശീലനം നൽകും. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിരന്തരം ഇരകളുമായി ആശയവിനിമയം നടത്തും. വലിയ തുക ശമ്പളമായി നൽകാമെന്ന് വാഗ്ദാനവും ഉണ്ടാകും. ഇത്തരത്തിൽ ഇരകളുമായി തട്ടിപ്പ് സംഘങ്ങൾ നടത്തിയ ചാറ്റുകളുടെ പൂർണ്ണരൂപവും 24 ലഭിച്ചു. വാഗ്ദാനങ്ങളിൽ ഇരകൾ വീണെന്നറിഞ്ഞാൽ തട്ടിപ്പിലേക്ക് കടക്കുകയാണ് അടുത്ത ഘട്ടം. വ്യാജ ബുക്കിംഗ് ആപ്പുകളുടെ ലിങ്ക് ഇരകൾക്കയക്കും. ഈ ലിങ്കിൽ കയറി ഹോട്ടൽ മുറിയിൽ ബുക്ക് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഹോട്ടലിൽ താമസിക്കാനല്ല, ആപ്പിന്റെ റേറ്റിംഗ് ഉയർത്താനാണ് ബുക്ക് ചെയ്യലെന്നാണ് ഇരകളോട് പറയുക. പിന്നാലെ ബുക്ക് ചെയ്ത പണത്തിനു പുറമെ കൂടുതൽ തുക ഇരകളുടെ അക്കൗണ്ടിലെത്തും. സംഗതി കൊള്ളാമല്ലോ എന്ന് കരുതുന്നവർ കൂടുതൽ പണം തട്ടിപ്പാപ്പുകളിലിടും. അതോടെ തട്ടിപ്പാപ്പ് അപ്രത്യക്ഷമാകും. ആപ്പിൽ പണമിട്ടവർ ഇതോടെ ശരിക്കും ആപ്പിലാകും. തട്ടിപ്പിനിരയായ നിരവധി ആളുകളുമായി ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. അപമാന ഭയം ഒന്നുകൊണ്ട് മാത്രം പുറത്തു വരുവാൻ അവരാരും തയ്യാറായിട്ടില്ല. അത്തരക്കാരോടൊന്നു മാത്രം, നിങ്ങളുടെ മൗനം അത് ഈ തട്ടിപ്പുകാർക്ക് വളം വെച്ചു കൊടുക്കുകയാണ്. അമൽ സുരേന്ദ്രൻ, 24, കൊച്ചി. എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര മുന്നറിയിപ്പ് നടത്തിയാലും ആരോഗ്യത്തിന് ഹാനികരമാണ്, അല്ലെങ്കിൽ കീശയ്ക്ക് ഹാനികരമാണ്, ജീവിതത്തിന് തന്നെ ഹാനികരമാണ്. എത്ര മുന്നറിയിപ്പ് നൽകിയാലും എന്നെ ഒന്ന് തട്ടിക്കാവോ പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വാതിൽ തുറന്നിരിക്കുകയാണ് തട്ടിപ്പുകാർക്ക്. അല്ലെങ്കിൽ ഇപ്പോഴും കഴിഞ്ഞ ദിവസമാണ് ഒരു ഡോക്ടറെ ഓൺലൈൻ അറസ്റ്റ്, ഡിജിറ്റൽ അറസ്റ്റ് ഒക്കെ പറഞ്ഞ് തട്ടിപ്പുകാർ ഉടായ്പ കാണിച്ച് പറ്റിക്കുന്നതും ആ ഡോക്ടർ പേടിക്കുന്നതും പോലീസ് ഇടപെടുമ്പോൾ വേണ്ട ഇടപെടേണ്ട ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നത് ലാസ്റ്റ് പോലീസ് ഇടിച്ചു കയറി പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതാണ് ഇത്. ഡിജിറ്റൽ തട്ടിപ്പിൻ്റെ ഇത് യുഗമാണ്, കാലമാണ്. സൂക്ഷിച്ചും കരുതലോടെയും ജാഗ്രതയോടെയും ഇരുന്നാൽ ആർക്കും കൊള്ളാം, നമുക്ക് കൊള്ളാം.